കേസ് സ്റ്റഡീസാണ്. അതിൽ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നോഡ് അല്ലെങ്കിൽ അഡ്ഹോക്ക് സിസ്റ്റത്തിന് എങ്ങനെയാണ്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മാനെറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ അൽഗോരിതംസ് ഒക്കെ നമുക്ക് ടെമ്പററി ആയിട്ട് ഒരുപാട് നോട്ട്സ് ഉണ്ടെങ്കിൽ ആ നോട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ദിസ് അൽഗോരിതംസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് അഡ്ഹോക്ക് എന്താണെന്നുള്ളതാണ്. It's a collection of mobile nodes which forms a temporary network without a centralized administration. These nodes generally have a limited transmission range, so each node seeks the assistance of its neighboring nodes. So each node can act as both routers and host. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ടെമ്പററി ആയിട്ട് ഒരുപാട് നോഡ്സുമായിട്ട് കണക്ഷനുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്കറിയാം ഒരു 10 ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 ഡിവൈസ് തമ്മിൽ പരസ്പരം ഹോസ്റ്റായിട്ടും റൂട്ടറായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ നമുക്ക് ട്രാൻസ്മിഷനുള്ള ഒരു സമയത്ത് ട്രാൻസ്മിഷൻ നമ്മളിൽ നിന്നും ചെയ്യും, അതേപോലെ നമ്മൾ റിസീവും ചെയ്യും. സോ 2 കാര്യങ്ങൾ ആര് വഴി നടക്കുന്നുണ്ട്, ഒരു മൊബൈൽ നോഡ് വഴി നടക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കുറേ ഫീച്ചേഴ്സാണ് ഓട്ടോണോമസ് ടെർമിനൽ, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേഷൻ, മൾട്ടി ഹോപ്പ് റൂട്ടിംഗ്, ഡൈനാമിക് നെറ്റ്വർക്ക് ടോപ്പോളജി, fluctuating link capacity. So that is one end-to-end path shared by several sessions. ഒരു സെഷൻസ് തന്നെ അത് ഒരുപാട് നോട്ട്സ് ആയിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ലൈറ്റ് വെയ്റ്റ് ടെർമിനൽസ്, നമ്മുടെ ഇവിടെ മൊബൈൽ നോട്ട്സ് ആണ് നോർമലി യൂസ് ചെയ്യാറ്. സോ ദാറ്റ് ആർ ലൈറ്റ് വെയ്റ്റ് ടെർമിനൽസ്. നമ്മൾ ഒരു മാനെറ്റ് ഡിപ്ലോയ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടി വരും. സോ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് എൻവിറോൺമെൻറ്റ്. സോ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു എൻവിറോൺമെൻറ്റിൻ്റെ കണ്ടീഷൻസ് ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അൺറിലയബിലിറ്റി ഓഫ് വയർലെസ് മീഡിയം, റിസോഴ്സ് കൺസ്ട്രെയിൻഡ് നോഡ്സ്, ഡൈനാമിക് ടോപ്പോളജി, ട്രാൻസ്മിഷൻ എറേഴ്സ്, നോഡ് ഫെയിലിയേഴ്സ്, ലിങ്ക് ഫെയിലിയേഴ്സ്, റൂട്ട് ബ്രേക്കേജസ്, കൺജസ്റ്റഡ് നോഡ്സ് ഓർ ലിങ്ക്സ്, ഒരുപാട് പ്രോബ്ലംസ് നമുക്കവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് അതിലുള്ള പ്രോബ്ലംസ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ജനറലി ഇത്രയും പ്രോബ്ലംസാണ് ഫേസ് ചെയ്യേണ്ടി വരിക. സോ മൊബൈൽ നോട്ട്സിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാവുന്ന കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നോർമലി അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനാണ് വരിക. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരും ഇതുപോലൊരു അഡ്ഹോക്ക് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അവരൊരു സിറ്റുവേഷൻ തരും, ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നമ്മളോടൊരു അഡ്ഹോക്ക് സിസ്റ്റം ഉണ്ടാക്കാൻ ചിലപ്പോൾ പറയാനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടുത്തെ അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ആപ്ലിക്കേഷൻ, മിലിറ്ററി ആപ്ലിക്കേഷൻ, എമർജൻസി ഓപ്പറേഷൻസ്, ഹോം, ഓഫീസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പറേഷൻസ്, വെഹിക്കുലർ അഡ്ഹോക്ക് നെറ്റ്വർക്ക്, വയർലെസ് സെൻസർ നെറ്റ്വർക്ക്, വയർലെസ് മെഷ് നെറ്റ്വർക്ക്. ഞാൻ നോട്ടിനകത്ത് ഒരു ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിനാരിയോക്ക് എങ്ങനെയാണ് ഒരു അഡ്ഹോക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നോട്ട്സിൽ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം.